അടിപൊളിയല്ലേ? ഇത് വെച്ചോണ്ടാലോ? നന്നായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന കമന്റ് നിങ്ങൾ കണ്ടോ? പള്ളി കയറിയത് പ്രശ്നം. അൽമാട്ടിയില് നമ്മൾ താമസിച്ച വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. രാവിലെ ഇതിന്റെ ഓർഡർ വന്നിട്ട് വൻ മുട്ടൻ സീനായിരുന്നു. ഒന്നുമില്ല പ്രത്യേകിച്ച്, വെറുതെ കലിപ്പൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ജാടയൊക്കെ കാണിച്ചത്. ഇതാണ് ഇതിന്റെ ഓർഡർ. അപ്പോൾ നല്ലൊരു അപ്പാർട്ട്മെന്റ് ആയിരുന്നു. TV ഒന്നും നമ്മൾ ഓണാക്കിയില്ല എന്ന് പറ. നമ്മളതൊന്നും ചെയ്തിട്ടില്ല, അത് തൊട്ടിട്ടില്ല. ഇവിടെ TV വെക്കാൻ പോയിട്ട് വീഡിയോ എടുക്കാൻ സമയം കിട്ടുന്നില്ല, അന്നേരം TV വെക്കുന്നത്. യെസ്, അപ്പോൾ ടാറ്റ റൂം, ബൈ ബൈ റൂം. യെസ്, നല്ല അടിപൊളി മുറിയായിരുന്നു. ടാറ്റ, ബൈ ബൈ. അപ്പോൾ നമ്മൾ ഇന്ന് അൽമാട്ടി സിറ്റി കാണാൻ പോകുന്നു. അതേപോലെ തന്നെ ഇവിടുന്ന് നമ്മൾ ഇന്ന് എവിടേക്കാ പോകുന്നത്? ഇത് ഷിംകൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഫ്ലൈ ചെയ്ത് പോകുന്നു. ഹൗസ് മൈ വെള്ള ഷൂ ഗൈസ്. വെള്ള ഷൂ ഇട്ട് തള്ളി മറിച്ചു കൊണ്ടിരിക്കുകയാണ് സുജിത് ഭക്തൻ. വെള്ള ഷൂ, മഞ്ഞപ്പെട്ടി. നമ്മൾ ഈ വിദേശങ്ങളിൽ പോകുമ്പോഴത്തേക്കിനും പല രാജ്യങ്ങളിലും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ അപ്പാർട്ട്മെന്റുകൾ നമുക്ക് വാടകയ്ക്ക് കിട്ടും. ഒറ്റ കാര്യം ശ്രദ്ധിക്കാവും, ഈ ചില രാജ്യങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഫോറിനേഴ്സ് അവിടെ രജിസ്റ്റർ ചെയ്യണം എന്നൊരു നിർബന്ധമുണ്ട്. ചില രാജ്യങ്ങളിൽ, ചൈന പോലുള്ള രാജ്യങ്ങളിലെ നിർബന്ധമാണ്. നിങ്ങൾ ഹോട്ടലിലൊക്കെ താമസിച്ചാൽ മാത്രമേ രജിസ്റ്റർ ചെയ്യുള്ളൂ. നമ്മൾ അവിടെ ആ രാജ്യത്ത് എത്തിയിട്ട് 48 അവേഴ്സിനുള്ളിൽ അവിടുത്തെ എന്താ പറയുക, പോലീസ് സ്റ്റേഷനിൽ നമ്മളുടെ രജിസ്ട്രേഷൻ പോകണം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു വിദേശി വന്നാലും അത് നമ്മുടെ ഹോട്ടലുകാർ ആ സംഭവം ഇന്ത്യയിലും രജിസ്റ്റർ ചെയ്യാറുണ്ട്. അത് ഇന്ത്യയിലും ആ റൂൾ ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള രജിസ്ട്രേഷൻ ഉള്ള സ്ഥലങ്ങൾ, നിർബന്ധമായിട്ടും വേണ്ട സ്ഥലങ്ങളാണെങ്കിൽ ഇതുപോലുള്ള അപ്പാർട്ട്മെൻറ്റുകളിൽ താമസിക്കുമ്പോഴത്തേക്കും നമ്മൾ തന്നെ അത് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഓൺലൈൻ എന്തെങ്കിലും സൈറ്റ് ഉണ്ടാവും. ഇനി അത് ചെയ്യാൻ മറന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ രാജ്യത്തേക്ക് പോകുമ്പോൾ അത് പണിയാവും. അത് ഇല്ലെങ്കിൽ രാജ്യത്ത് നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ ഒക്കെ അത് പണിയാവും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലുള്ള അപ്പാർട്ട്മെൻറ്റ് താമസിക്കുമ്പോൾ അവർ ചെയ്യില്ല, അത് നമ്മൾ ചെയ്യേണ്ടി വരും. ഇപ്പം നിലവിൽ നമ്മൾ കസാക്കിസ്ഥാനിൽ ഓൺ അറൈവൽ വിസയിൽ വന്നിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള രജിസ്ട്രേഷൻ ആവശ്യമില്ല. ഇനി അഥവാ വേണമെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഈസി ആയിട്ട്. അതിനടുത്തുള്ള ഏതൊരു സ്ഥലത്ത് പോയാൽ മതി. എവിടെ പോകേണ്ട? പോലീസ് സ്റ്റേഷനില്ല, അതിനടുത്തുള്ള മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയാൽ മതി. അയ്യോ, പെട്ടിക്കൊക്കെ ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്കറിയാത്ത കാര്യമാണ്, പക്ഷെ ചിലപ്പോൾ പണി കിട്ടും. നമ്മുടെ ഫോർച്യൂണർ അതാ കിടക്കുന്നു. ഫ്രണ്ടിൽ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസത്തെ ഡ്രൈവിൽ സംഭവിച്ചാണ്. മൊത്തം ഈ മറ്റേ പക്കികളും ഇതേപോലത്തെ ചെറിയ ചെറിയ ഈച്ചകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വന്ന് അടിച്ച് ഫുള്ള് ഇങ്ങനെ പാട് കിടക്കുകയാണ്. ഇവിടെ ഇതുപോലെയുള്ള ബസാർ കൺസെപ്റ്റുകൾ ധാരാളം ഉണ്ട്. നമുക്ക് പല സ്ഥലത്തും ഇത്തരത്തിൽ വലിയ ബിൽഡിങ്ങുകളും ബസാറും ഒക്കെ കാണാൻ സാധിക്കും. നമ്മുടെ പൂച്ചന്ത പൂ മാർക്കറ്റൊക്കെ പോലെ നല്ല അടിപൊളി പൂ മാർക്കറ്റ്. അത് മൊത്തം റോസാപ്പൂവും പിന്നെ ബൊക്കയും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അടിപൊളി, അത് കൊള്ളാമല്ലോ. അത് ഭയങ്കര വെറൈറ്റി ആണ് കേട്ടോ. ഇതൊക്കെ ഓരോ ബിൽഡിങ്ങുകളാണ്. ഇത്തരത്തിൽ ഒരു ഷോപ്പിംഗ് മാളുകൾ പോലെയാണ് ഇവിടെയുള്ള പല ബസാറുകളും സ്ഥിതി ചെയ്യുന്നത്. സജാദ് പറയുന്നത് ഇവിടെയുള്ള ബോയ് ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ട്സും എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും പൂക്കൾ കൈമാറുമെന്ന്. അങ്ങനെയല്ലേ പറഞ്ഞേ? നീ എത്ര പൂ കൊടുത്തിട്ടുണ്ട് സജാദെ? 8 കൊല്ലമായിട്ട് അവർ എത്ര പൂ കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഒരു പൂ, മറ്റേ പൂന്തോപ്പ് കൊടുത്തിട്ടുണ്ടാവും. ഒരു പൂ ചോദിച്ചു പൂക്കാലം തന്നതൊക്കെ പറയുന്ന പോലെ സജാദ് 8 കൊല്ലത്തെ പ്രണയത്തിനിടയ്ക്ക് എത്ര പൂ കൊടുത്തിട്ടുണ്ടാവും? എന്തെങ്കിലും കൊടുത്താ? സംസാരിക്കേ. 1-2 വർഷം കൊടുത്തു, പിന്നെ മതിയാക്കിയതല്ലേ? നടു റോഡിൽ പെട്ടി തുറന്ന് വെച്ച് പരിശോധിക്കുന്ന ഫാസിൽ ബ്രോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഫാസിൽ ബ്രോ ഇത്? തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ജാക്കറ്റൊക്കെ നൈസായിട്ട് എടുത്താണ്. ജാക്കറ്റ് പുറത്തെടുത്ത് വെക്കാത്തത് കൊണ്ട് പെട്ടി തുറന്ന് ജാക്കറ്റ് എടുത്താണ്, വേറെ ഒന്നുമല്ല. ഞങ്ങളിപ്പോൾ ഇവിടെ അസ്ഫന്ത്യാറാവ് കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ വന്നിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ ഒരു നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. അതായത് MBBS-ഉം പിന്നെ ഡെൻ്റലും ഒക്കെ അടങ്ങുന്ന മെഡിസിൻ കോഴ്സുകൾ മാത്രം പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഇവരൊക്കെ ഇവിടെ പഠിക്കുന്ന ആൾക്കാരാണ്. ഇവരെ കുറേ ആൾക്കാരുണ്ട്, നമുക്ക് ഇവരെ പരിചയപ്പെടാം. അതിന് മുമ്പായിട്ട് ഇവിടെ പഠിച്ച ധാരാളം ആളുകൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ടാവും. യുനോ വൈ കഴിഞ്ഞ 100 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഞങ്ങൾ യൂണിവേഴ്സിറ്റി മാർക്കറ്റിംഗ് സമയത്ത് ഒരു 30-30 വർഷം മുമ്പ് യൂണിവേഴ്സിറ്റിയിൽ പാസ് ഔട്ട് ആയവരെ നമ്മൾ കോൺടാക്ട് ചെയ്യാറ് ആണല്ലേ? ഒത്തിരി ആൾക്കാരുണ്ട്. അതായത് 90കളുടെ കാലഘട്ടങ്ങളിൽ വരെ ഇവിടെ വന്ന് MBBS-ഉം മറ്റൊക്കെ പഠിച്ച് ഡോക്ടറായിട്ട് നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊരു നാഷണൽ യൂണിവേഴ്സിറ്റിയാണ്. എന്ന് പറയുമ്പോഴത്തേക്കും ഗവൺമെന്റിന്റെയാണ്. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ്, മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. ചില യൂണിവേഴ്സിറ്റികൾ ജനറൽ ആയിരിക്കും, അവിടെ എല്ലാ കോഴ്സുകളും ഉണ്ടാവും. പക്ഷെ ഇത് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ മെഡിക്കലുമായി കണക്ട് ചെയ്ത കോഴ്സുകൾ മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ മെഡിസിൻ, അതുപോലെ ഡെന്റിസ്ട്രി, അതുപോലെ ഫാർമസി, അങ്ങനത്തെ കോഴ്സുകൾ മാത്രമേ ഉള്ളൂ. സജാദ് ഇവിടെ കേട്ടോ പഠിച്ചത്. സജാദിന്റെ കോളേജാണ് അല്ലേ? സജാദും സജാദിന്റെ ഗേൾ ഫ്രണ്ടും ഇവിടെയാണ് പഠിച്ചത് അല്ലേ സജാദ്? അങ്ങനല്ലേ? കുറച്ചും കൂടെ ഒന്ന് തറപ്പിച്ച് പറയണമെങ്കിൽ സജാദിന് നാണം വന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്തെങ്കിലും ആട്ടെ. അപ്പൊ പറഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ കല്യാണം കഴിഞ്ഞോണ്ട് ഗേൾ ഫ്രണ്ട് അല്ല, വൈഫാണ്. കല്യാണം കഴിഞ്ഞു എന്തായാലും ഒക്കെ അങ്ങനെയാണ്.
അപ്പോൾ നമുക്കിവിടെ നമുക്ക് കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, നമുക്ക് അവരെ കണ്ടതിന് ശേഷം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ സ്റ്റഡി ലിങ്ക്സിൻ്റെ ചാനലിലുണ്ട്. അപ്പം യൂണിവേഴ്സിറ്റി കൂടുതൽ അറിയാനായിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാനും വേണ്ടി ആ ചാനലിലെ വീഡിയോ കാണാം. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാം. കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമ്മളെ ചാനലുണ്ടാവും. ഇതിലിട്ടിട്ട് പിന്നെ നമ്മൾ ആളുകളെ ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കൾച്ചർ, ഇവിടുത്തെ ആളുകളുടെ എങ്ങനെയാണ് അപ്രോച്ച് എങ്ങനെയാണ്. കാരണം കസക്കിസ്ഥാനെ കുറിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് ഒരു ക്ലിയർ കട്ട് ഒരു ഇല്ലല്ലോ. കുറേ വ്ളോഗേഴ്സൊന്നും ഇവിടുന്ന് വ്ളോഗ് ചെയ്തിട്ടില്ല, കുറേ വിഷ്വൽസൊന്നും അങ്ങനെ ഇവിടുത്തില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവിടുത്തെ ആളുകൾ എങ്ങനെ നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഇത് യൂണിവേഴ്സിറ്റി വീഡിയോസ് കംപ്ലീറ്റ് നമ്മുടെ ചാനലിൽ കണ്ടു കഴിഞ്ഞാൽ അത്തരം ഇൻട്രസ്റ്റുള്ള ആൾക്കാർ അവിടെ പോയി കാണാം. നമ്മൾ രാവിലെ ഫുഡൊന്നും കഴിക്കാതാണ് നമ്മൾ ഇറങ്ങി വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവരെയൊക്കെ കണ്ടു. അപ്പോൾ ഇവർ പറഞ്ഞു ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട്, ഞങ്ങൾക്ക് ഫുഡ് വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ കിട്ടുക? ദോശ ഇഡ്ഡലിയൊക്കെ കിട്ടുമോ? നാടൻ വന്ന എല്ലാവർക്കും ദോശ ഇഡ്ഡലി ചോദിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത്? കുക്കിംഗ് ആണോ? ഫുൾ സെൽഫ് കുക്കിംഗ്. ഇവിടെ ക്യാൻറ്റീനിൽ എന്താ കിട്ടുക? എന്തെങ്കിലും കിട്ടുമോ? എന്തെങ്കിലും കിട്ടിയാൽ മതി, വിശക്കൊന്ന് പോയി കഴിക്കാം. ഇവിടെയൊക്കെ നമ്മളെ വിദേശത്ത് ഏത് യൂണിവേഴ്സിറ്റികളിൽ വന്നാലും നമുക്ക് പല രാജ്യങ്ങളുടെയും ഫ്ലാഗ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് ഇവിടെ ഉണ്ട് കണ്ടോ. എല്ലാം പഠിപ്പിച്ച് പിള്ളേരാന്ന് തോന്നുന്നു കേട്ടോ. അതെ, എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഗ്രൂപ്പ് സ്റ്റഡിയും കമ്പൈൻ സ്റ്റഡി ഒക്കെയാണ്. ഇവിടെ ഫ്രണ്ടിൽ ഇരുന്നവരും പഠിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും. ഇന്ന് മൊത്തത്തിൽ നല്ല കാറ്റും ഒരു മഴക്കാറും ഒക്കെ ഉണ്ട്. അത് കാരണം ആകെ മൂടിക്കെട്ടി ഇങ്ങനെ നിൽക്കുക. നമ്മൾ ഇവിടെ ക്യാൻറ്റീനിൽ വന്നിട്ട് ഇവിടെ കുറേ ഫുഡുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. നമ്മൾ ഐക്യയിലൊക്കെ വാങ്ങുന്ന പോലെ തന്നെ ട്രേ ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങുക, എന്നിട്ട് അവസാനം കൊണ്ട് ബില്ല് ചെയ്യുക. ഇത് വേണോ മുട്ട, ദിസ് വൺ ഫ്രൈഡ് എഗ്. ഇതൊക്കെ ചൂടാക്കി തരുമല്ലോ അല്ലേ? തരുമായിരിക്കും അല്ലേ? കൊള്ളാം കേട്ടോ ഇവിടെ ക്യാൻറ്റീൻ സെറ്റപ്പ്. എനിക്ക് വെള്ളം മതി, ചായ കാപ്പി ഒന്നും വേണ്ട, വെള്ളം മതി. അപ്പോൾ ഇവിടെ നിന്ന് ബില്ല് ചെയ്തിട്ട് നമുക്ക് പോയിരുന്ന് കഴിക്കാം. നല്ല വലിയ ക്യാൻറ്റീനാണ്. അതൊക്കെ ക്യാൻറ്റീനിലിരുന്നും പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ തന്നെ അവിടെ ലാപ്ടോപ്പൊക്കെ വെച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ പിള്ളേരൊക്കെ? ബ്രോ ഇവിടെ എവിടെ നോക്കിയാലും പിള്ളേർ അവിടെ ഇവിടെ ഇരുന്ന് പഠിക്കുകയാണല്ലോ. ഫുൾ പഠിപ്പികളാണോ എല്ലാം? ക്യാൻറ്റീനിൽ വരെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലേ നമ്മുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഞാൻ അങ്ങോട്ട് എല്ലാവരും കൂടെ കൈയടിച്ചു. അപ്പോൾ ശരി, എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് അസ്. താങ്ക് യു സോ മച്ച്. ബൈ. ഓടെ ഓൾ ദി ബെസ്റ്റ്. എത്ര രാജ്യത്ത് എത്ര കുട്ടികളല്ലേ MBBS പോലുള്ള കോഴ്സുകൾ പഠിക്കുന്നത്. കണ്ടിട്ട് ശരിക്കും ഇവിടെ ഇപ്പോൾ തന്നെ ഇവർ മാത്രമല്ല, ഇതിൻ്റെ ഇരട്ടിയിലധികം ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവർ മലയാളികൾ മാത്രം നമ്മൾ കണ്ടത്. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെ എത്ര രാജ്യങ്ങളിലാണ് നമ്മുടെ കുട്ടികൾ പോയി പഠിക്കുന്നത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് സെൻകോവ് കത്തീഡ്രൽ എന്ന് പറഞ്ഞ അൽമാട്ടി നഗരത്തിൻ്റെ ഹൃദയത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു കത്തീഡ്രൽ കാണാൻ വേണ്ടിയാണ്. കത്തീഡ്രലിലേക്ക് കയറി വരുമ്പോൾ തന്നെ മുമ്പിൽ ഒരു സ്റ്റാച്യു ഉണ്ട്, പിന്നെ ഇവിടെ ഒരു പീരങ്കിയുണ്ട്, ഇതിൻ്റെ ചുറ്റിനും നിറയെ പാർക്കുകളുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പൂർണ്ണമായിട്ടും വുഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ മോസ്കോയിൽ പോകുമ്പോഴത്തേക്കിനും അവിടുത്തെ കത്തീഡ്രൽസ് നമ്മൾ കാണുന്നില്ലേ, ആ ക്രെംലിൻ സ്ക്വയറിലുള്ള അതേപോലെ തന്നെ തോന്നുന്ന അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു കത്തീഡ്രലാണിത്. ഇതിൻ്റെ മുമ്പിൽ നിറച്ച് പ്രാവുകളാണ് കേട്ടോ. ഋഷി ഉണ്ടായിരുന്നു, ഇപ്പം പ്രാവിൻ്റെ പുറകെ നടന്നേനെ ഫുള്ള്. ഒരു ഭയങ്കര ഇഷ്ടമാണ് പ്രാവ്. എന്തോരം പ്രാവുകളല്ലേ. നമ്മൾ ഈ ഓരോ അമ്പലത്തിലും പള്ളികളിലും ഒക്കെ പോകുമ്പോൾ അതിൻ്റെ അടുത്തൊക്കെ ഈ പ്രാവുകൾ കാണുന്നതിൻ്റെ കുട്ടൻസ് എന്താണെന്ന് അറിയോ ബ്രോനെ? ഇവിടെ മാത്രമേ നമുക്ക് പ്രാവിന് ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ള സ്ഥലങ്ങൾ കൊടുത്താൽ ഫൈൻ കിട്ടും. അങ്ങനെ ഉണ്ട്. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെ ഇല്ല. ഇന്ത്യയിൽ നമുക്ക് എവിടെ വേണേൽ ഫീഡ് ചെയ്യാമല്ലോ പ്രാവിനെ. ആണല്ലോ, അങ്ങനെ ഉണ്ടാവില്ല. ഇന്ത്യയിൽ അങ്ങനെ പ്രാവിന് ഫീഡ് ചെയ്യുന്നതിന് ഫൈൻ ഇല്ല. പക്ഷെ വല്ല വൈൽഡ് ആനിമൽസിലെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് പോയി കിടക്കേണ്ടി വരും. ഫോറസ്റ്റുകാർ കേസ് എടുക്കും. വൈൽഡ് ആനിമൽസിനെ ഫീഡ് ചെയ്യണ്ടല്ലോ, അവർ നമ്മളെ ഫീഡ് ചെയ്തോളൂ. അങ്ങനല്ല. ഇപ്പൊ നിങ്ങള് ഒരു എന്താ പറയാ ബന്ദിപ്പൂര് വഴിയോ മുത്തങ്ങ വഴിയൊക്കെ പോകുന്നു, നിങ്ങൾ ഏതെങ്കിലും മാനിനെയോ എന്തെങ്കിലും കണ്ടു, നിങ്ങൾ എന്തെങ്കിലും കയ്യിലുള്ള പഴമോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം അതിന് കൊടുത്തത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അകത്തെന്ന് വെച്ചാൽ കേസാ. അതിന് ട്രസ്പാസിങ് കേസ് എടുക്കും. പിന്നെ അങ്ങനെ കുറേ കേസുകളുണ്ട്. നമ്മുടെ നാട്ടിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിയമം എന്ന് പറയുന്നത് അതിശക്തമാണ്. ഞാൻ ഒരു ഫോറസ്റ്റ് കേസിൽ പെട്ടൊരാളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതോ ചെയ്യുന്ന കുറ്റങ്ങൾ ഭയങ്കര പ്രശ്നങ്ങളായിട്ട് മാറും. എന്തായാലും എൻ്റെ ഒരു കേസിൻ്റെ ആ സംഭവങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് തീരുമാനമായിട്ടില്ല. ഇല്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ശരിക്കും ഒന്നുമില്ല. ഒരു ട്രസ്പാസിങ് കേസാണ് അത്. ശരിക്കും അവർക്കത് ഇത് ചെയ്ത്, അതായത് എന്താ പറയുക, അതിന് കോമ്പൗണ്ട് ചെയ്യാന്ന് പറയും. പിഴ അടപ്പിച്ച് കോമ്പൗണ്ട് ചെയ്ത് തീർക്കാവുന്ന ഒരു ഒഫൻസ് മാത്രമേ ഉള്ളൂ. ഒരു പെറ്റി കേസ് പോലെയാണ്. പക്ഷേ അത് അവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കുന്നില്ല. അവർ പറയുന്നത് കോടതി തന്നെ തീർപ്പാക്കിയാൽ മതി എന്നാണ് പറയുന്നത്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ബഹുമാനപ്പെട്ട കോടതിയിൽ ഞാൻ പോയി അത് കോടതിയിൽ തീർപ്പാക്കണം. അത് കോടതി പറയും പിഴ അടയ്ക്കാൻ പറയും. നമ്മൾ പിഴ അടയ്ക്കുക, അതോടെ തീരും. കാരണം നമ്മൾ ചെയ്ത തെറ്റിന് കോടതി ശിക്ഷിക്കട്ടെ എന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. അത് കുറേ നാളായി. അതിപ്പോൾ നമ്മൾ കേസ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണല്ലോ, കുറേ ഇങ്ങനെ കിടക്കുമല്ലോ സംഭവങ്ങൾ. അപ്പോൾ അത് എത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും,
ഇനി കാട്ടിലേക്ക് കയറാൻ പോകാറില്ല, നാട്ടിലേക്കേ പോകുന്നില്ല. അങ്ങോട്ടേക്കേ പോകുന്നില്ല. കാരണം നമുക്ക് നമ്മുടെ അറിവില്ലായ്മ കാരണം പെടുന്ന അബദ്ധങ്ങൾ, ഇപ്പൊ നിങ്ങളാണല്ലോ അങ്ങനല്ലേ, പല അബദ്ധങ്ങൾ നമ്മൾ ചെന്ന് വിടും നമ്മുടെ അറിവില്ലായ്മ കാരണമായിരിക്കും. പക്ഷെ നമ്മളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് പോകില്ലല്ലോ, പിന്നെ പോകില്ല. അതിന്റെ ഒരു അതൊക്കെ അങ്ങനെയൊക്കെയാണ്. ഈ ഒരു കത്തീഡ്രലിന് ഏകദേശം 56 മീറ്റർ ഉയരമുണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ വുഡൻ ബിൽഡിംഗ് ആണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. 1904-നും 1907-ന്റെയും ഇടയിലാണ് ശരിക്കും ഈ ഒരു കത്തീഡ്രൽ ഇവിടെ നിർമ്മിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു കത്തീഡ്രൽ ഇവിടെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയൊരു വ്യക്തിയാണ് ബിഷപ്പ് ആൻഡ്രേ സെൻകോവ് എന്ന് പറഞ്ഞ വ്യക്തി. അതുകൊണ്ടാണ് ശരിക്കും ഈ ഒരു കത്തീഡ്രലിന് സെൻകോവ് എന്ന് പേര് കൊടുത്തിരിക്കുന്നത് തന്നെ. ഈ സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടത്തിൽ ശരിക്കും മതപരമായിട്ടുള്ള ധാരാളം ആചാരങ്ങൾ ഭയങ്കരമായിട്ട് അടിച്ചമർത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ സമയത്ത് പോലും ശരിക്കും ഇതൊരു ക്രിസ്ത്യൻ ആരാധനാലയമായിട്ട് തന്നെ തുടരുകയുണ്ടായി എന്നുള്ളതാണ് ഈ ഒരു കത്തീഡ്രലിൻ്റെ പ്രത്യേകത. 1976-77 കാലഘട്ടത്തിൽ വലിയൊരു റിനോവേഷൻ ഇവിടെ ഈ ഒരു കത്തീഡ്രലിന് നടന്നു. അപ്പോൾ അന്ന് റിനോവേറ്റ് ചെയ്ത ആ ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കസാഖിസ്ഥാൻ്റെ റിലീജിയനെ പറ്റി പറയുകയാണെങ്കിൽ 72% വരുന്ന ജനങ്ങൾ ഇസ്ലാം മതവിശ്വാസികളും പിന്നെ 23% വരുന്ന ജനങ്ങൾ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരും പിന്നെ ബാക്കി ചെറിയ ചെറിയ പെർസെൻറ്റേജിൽ മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാരും കസാഖിസ്ഥാനിലുണ്ട്. ശരിക്കും ഞാൻ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ്, കസാഖിസ്ഥാൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ചിന്തയിലുള്ളൊരു സ്ഥലമേ അല്ല. ദിസ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. റഷ്യയുമായിട്ടും ചൈനയുമായിട്ടും അങ്ങനെ പല രാജ്യങ്ങളുമായിട്ടും അതിർത്തി പങ്കിടുന്ന ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. പല രാജ്യങ്ങളുടെയും കൾച്ചർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പം ചൈനയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്, റഷ്യൻ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇവിടുത്തെ ആളുകളൊക്കെ സംസാരിക്കുന്നത് റഷ്യൻ ഭാഷയാണ് കൂടുതലും. കസാഖിസ്ഥാൻ ഇവിടുത്തെ ഭാഷ സംസാരിക്കുന്നുണ്ട്, എന്നിരുന്നാലും റഷ്യൻ ഭാഷയാണ് വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ട് എല്ലാവരും സംസാരിക്കുന്ന ഒരു ഭാഷ. അപ്പോൾ ഈ റഷ്യൻ ഭാഷ അറിയാമെന്നുണ്ടെങ്കിൽ കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ അങ്ങനെ പല രാജ്യങ്ങളിൽ നമുക്ക് വന്ന് സംസാരിക്കാൻ സാധിക്കും. റഷ്യൻ ഭാഷ പഠിച്ചാലുള്ള ഗുണം അതാ. ശരിക്കും നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പൊക്കെ വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാട്ടോ കസാഖിസ്ഥാൻ. ഇപ്പോൾ അൽമാട്ടിയിൽ വന്നു കഴിഞ്ഞാൽ എന്തോരം സ്ഥലങ്ങൾ നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇപ്പോൾ ഇവിടെ വന്നാൽ തന്നെ ഇവിടെ കണ്ടില്ലേ, കൊച്ചു കുട്ടികൾക്കൊക്കെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇഷ്ടംപോലെ പ്രാവുകൾ, പിന്നെ തന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ കാറുകൾ, വലിയ ട്രെയിന്. ഈ കത്തീഡ്രലിൻ്റെ അകത്ത് കയറി ദൃശ്യങ്ങളൊക്കെ പകർത്തണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അൺഫോർച്യുനേറ്റ്ലി ഇപ്പോൾ ഇത് ഓപ്പൺ അല്ല. ഇത് വൈകിട്ട് 5 മണിക്കോ മറ്റോ തുറക്കുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിൻ്റെ ഡോറ് കണ്ടോ, ആ ഡോറിൽ അത് കണ്ടോ അസ്ഥികൂടം, നമ്മുടെ തലയോട്ടിയില്ലേ, അതെന്താ എഴുതിയിരിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ. അതെന്താണ് എഴുതിയിരിക്കുന്നത് എന്നറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആദ്യമായിട്ടുണ്ട് ഒരു പള്ളിയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഡോറിലൊക്കെ ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. ദാറ്റ് ഈസ് സ്ട്രേഞ്ച്. പക്ഷേ ഈ ഭിത്തി ഉണ്ടല്ലോ, അത് വുഡല്ല. ഇതിൻ്റെ അകത്തായിരിക്കും കംപ്ലീറ്റ് വുഡ് ചെയ്തിരിക്കുന്നത് തോന്നി. ഭിത്തി വുഡാണോ? അല്ലല്ലോ, ഭിത്തി വുഡാണോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇതെങ്ങനെയായിരിക്കും പിന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ വുഡൻ ബിൽഡിംഗ് ആണെന്നൊക്കെ പറയുന്നത്? ഇത് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല ഭായി. നമുക്കിവിടെ കുറേ പ്രാവുകളുണ്ട്, എല്ലാത്തിനും ഓടിച്ചാലോ? അയ്യോ, ഞാൻ ഓടിയത് മെച്ചം, പ്രാവൊന്നും ഓടിയില്ല. നിങ്ങൾ പ്രാവിനെ പിടിച്ച് അടിപൊളി ഫോട്ടോ പിക്ക് കൊള്ളാം. നടത്തു പ്രാവിനെ പണ്ട് ചെറുതിൽ കുറേ പ്രാവിനെ വളർത്തിയിട്ടുണ്ട്. കഴിച്ചിട്ടുണ്ടോ പ്രാവിനെ? ഇല്ല, പ്രാവിനെ കഴിച്ചിട്ടില്ല. മധുര കിട്ടും പ്രാവിറച്ചി. ഞാൻ കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ മെന്റാലിറ്റിയോടുകൂടെ അല്ലല്ലോ ഇതിനെടുത്ത് വളർത്താനാ. ചേടാ പാവ് ഇരിക്കുന്നുണ്ടോ? പറത്തിവിട്. പ്രാവിനെ എങ്ങനെ സമാധാനത്തോടെ പറത്തിവിടൂ. ആയി തന്നെ പോയി. അത് ഇവിടെ നിൽക്കുമ്പോൾ പാടാൻ പറ്റിയൊരു പാട്ട് ഏതാണെന്നറിയാമോ? നമ്മുടെ പഴയ ശ്രീനിവാസന്റെ പാട്ട്. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിരാവിൻ ലഹരിയും ഭൂമി സുന്ദരം. കോമഡി ആയിരിക്കും അല്ലേ? ലിറിക്സ് ഞാൻ നോക്കി വായിച്ചതാണ് കേസ്, എനിക്കറിയില്ലായിരുന്നു. ഈ രാജ്യത്ത് കൂടുതലും ഇസ്ലാം മത വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ പോലും ഇവർ റിലീജിയസ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ അണിയുന്നത് വളരെ കുറച്ച് ശതമാനത്തിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഫാസിൽ ബ്രോ പറഞ്ഞ പോലെ ഇവർ പള്ളിയിലൊക്കെ പോകുമ്പോഴത്തേക്കിനും അവിടെ പുറത്തുനിന്ന് മറ്റേ ഇത് വാങ്ങിച്ചിടും അല്ലേ, ബുർക്ക വാങ്ങിച്ചിട്ട് പള്ളിയിൽ കയറിയിട്ട് തിരിച്ച് ഇറങ്ങി വരുമ്പോൾ വീണ്ടും അത് അവിടെ കൊടുത്തിട്ട് വരുന്ന രീതിയിലൊക്കെയാണ്. പക്ഷേ റിലീജിയസ് ആയിട്ട് വസ്ത്രം ഇട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, പക്ഷെ വളരെ കുറവാണ്. നമ്മൾ ഇവിടെയും അങ്ങനെ കണ്ടു, തുർക്കിയിൽ അങ്ങനെ കണ്ടു, പിന്നെ വേറെ എവിടേക്ക് അങ്ങനെ കണ്ടത്? കുറേ സ്ഥലങ്ങളിൽ നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് അല്ലേ? കണ്ടു കഴിഞ്ഞാൽ റഷ്യൻസ് ആണ്, പക്ഷെ പേര് നാട്ടിലെ കരീമ. അതെ,
ഭയങ്കര മോഡേൺ ആയിരിക്കും ആൾക്കാർ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഗ്രീൻ ബസാർ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഒരു മാർക്കറ്റ് ഏരിയയിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു മാർക്കറ്റ് എങ്ങനെയുണ്ട് നമുക്ക് പോയി കാണാം. കാരണം നമ്മൾ എവിടെ പോയാലും നമ്മൾ അവിടുത്തെ മാർക്കറ്റുകളൊക്കെ കാണുന്നതാണല്ലോ. ഇവിടെ ഉണ്ടല്ലോ പ്രാഡയും നോർത്ത് ഫേസും പിന്നെ എല്ലാ ബ്രാൻഡുകളും ഉണ്ട് കേട്ടോ. ഇതൊരു ഗാർമെൻറ്റ് സെക്ഷനാണ്. അപ്പുറത്തും ഇപ്പുറത്തും സ്ത്രീകളുടെ ഗാർമെൻറ്റുകളാണ് നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്നത്. അണ്ടർ ഗാർമെൻറ്റ്സ് മാത്രം വിൽക്കുന്ന കടകൾ. അയ്യോ ഇത് കണ്ടോ, ഇതെന്താ ഇത് ഈ കുട്ടികളുടെ സ്വിം സ്യൂട്ട്സ് അല്ലേ, സ്വിമ്മിങ് ക്ലോത്തുകൾ. രണ്ട് സൈഡിലും ഇത്തരത്തിലുള്ള കടകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു തുണി മാർക്കറ്റ്. ഇനി നമ്മൾ കയറാൻ പോകുന്നത് ഇവിടുത്തെ പച്ചക്കറിയും പലചരക്കും ഒക്കെ വിൽക്കുന്ന ഒരു മാർക്കറ്റാണ്. ഇത്തരത്തിലുള്ള ഒരു ക്ലോസ്ഡ് ബിൽഡിങ്ങിനകത്താണ് ഇത് കൊള്ളാലോ, നല്ല മണം. ഇവിടുത്തെ സ്പൈസസിൻ്റെ ഒക്കെ മണം. ഇത് കണ്ടോ, പിക്കിൾസ് ആണ്. എൻ്റെ ദൈവമേ, ഓരോ ടൈപ്പ് പിക്കിൾസ് ഒക്കെ ഇട്ടിരിക്കുന്നത് കണ്ടോ, ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്. ഉണ്ടല്ലേ, നല്ല രസമായിട്ട് കാണാനായിട്ട് കണ്ടോ, അടിപൊളി. മുളകൊക്കെ, ഇവരൊക്കെ മുളകൊക്കെ ഇഷ്ടംപോലെ കഴിക്കും കേട്ടോ, പല സാധനങ്ങളുടെയും കൂടെ. നല്ല ഭംഗിയില്ല ഇതൊക്കെ ചെയ്തിരിക്കുന്നതാണ്. തക്കാളിയൊക്കെ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നു. പിന്നെ എന്തൊക്കെ സാധനങ്ങളാണ്, മഷ്റൂം, പിന്നെ ക്യാബേജൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്നു. ഇതും ക്യാബേജാണ്. പിന്നെ ചെറിയ തക്കാളി, ഇതൊക്കെ ഓരോ ടൈപ്പ് പേസ്റ്റുകളാണ് കാണാൻ സാധിക്കുന്നത്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അവരെല്ലാവരും അവരെല്ലാവരും ഈ കോട്ടൊക്കെ ഇട്ടായിരിക്കുന്നത്, യൂണിഫോം ഒക്കെ ഇട്ടായിരിക്കുന്നത് കേട്ടോ. ഹായ് പറഞ്ഞല്ല, എടുക്കല്ലേന്ന് പറഞ്ഞല്ലേ, എനിക്ക് മനസ്സിലായി, ഞാനത് ഹായ് ആക്കി മാറ്റിയതാ. അവിടെ ഒരു ചേട്ടൻ നമ്മളെ മാടി വിളിക്കുന്നുണ്ട്, വാ എന്ന് പറഞ്ഞുകൊണ്ട്. ഹായ് ബ്രദർ, ഹായ്, ഹൗ ആർ യു? യെസ്, ഷാരൂഖ് ഖാൻസ് സൺ അക്ഷയ് കുമാർ. യെസ് ഷാരൂഖ് ഖാനും അക്ഷയ് കുമാറും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ എല്ലാവരും. ഇവരൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് വിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് കണ്ടോ, പലതരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അവർ നമുക്ക് സാമ്പിൾസ് ഒക്കെ തരുന്നുണ്ട്. യെസ് ബ്രദർ, ടെൽ മീ. ബൈ. യെസ് ബൈ, ടെൽ മീ. യാ മാലൂം. യെസ്, ഹൽവ. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നമ്മളെ കാജു ബർഫി ഇല്ലേ? കാജു ബർഫി. Oh, you know that? Okay. You're from? Too much Hindustan. Huh? Hindustan, India. My friend too much. Oh, okay. You have a lot of friends in Hindustan. This is business India. This is coming from India? Yeah. Oh, nice. Business. Okay. Good. അപ്പോൾ ഇതൊക്കെ ഇന്ത്യയിൽ നിന്നും വരുന്നതാണെന്നാണ് പുള്ളി പറയുന്നത്. Delhi. Oh, you go to Delhi? Tourist. Man, nothing. Oh, you go to Delhi? You purchase this? Yes. Okay. What's your name? My name is Ikhtiyar. Ikhtiar. Nice meeting you, brother. Thank you. Huh? YouTube. Yes, YouTube. Oh my God. You're on YouTube. Kanal? Yeah, sure. I'll give me your phone. I'll show my channel. Yeah. You're from Uzbekistan? Yes. ഉസ്ബെക്കാരനാണ് പുള്ളി. Yes. Business. പുള്ളി ഇവിടെ Business. ബിസിനസ് ഇൻ കസാഖിസ്ഥാൻ. Yes. കസാഖിസ്ഥാനിൽ ബിസിനസ് ചെയ്യാണ്. Yeah, India tourist too much. Too much. Welcome my market. Okay. Yes, sure. Yes. Number show me. Yeah. Number. You have number? Where? 76. 76 number market. Yes. Okay. Yes. Subscribe. Okay. Okay. What is your name, brother? What is your name? Oh. Name. അവന് ഭാഷ ഒട്ടും വശമില്ല. മറ്റൊരു കുറച്ചെങ്കിലും ഭാഷ അറിയായിരുന്നു. കുതിര ഇറച്ചി കിട്ടും ഇവിടെ. ദൈവമേ, ഇവര് കുതിരയുടെ ആളാണല്ലോ. കുതിര പാല്, കുതിര ഇറച്ചി, അവൻ അത് മാത്രം മതിയല്ലോ. വേറൊന്നും വേണ്ട അവന്. ഇവിടെ കണ്ടില്ലേ, ഇഷ്ടം പോലെ ചീസ്, ബട്ടർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവരിവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. എന്ത് വൃത്തിയാണെന്ന് നോക്കി ഇവിടെ എല്ലാം. എന്ത് വൃത്തിയിലാണ് ഇവരിതൊക്കെ സെല്ല് ചെയ്യുന്നത് നോക്ക് ബ്രോ. ഇവരെ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊന്നും അല്ലല്ലോ, എല്ലാവരും മറ്റേ ആപ്രോൺ ഒക്കെ ഇട്ടിട്ടുണ്ട്. ആണല്ലേ, എല്ലാവരും യൂണിഫോം ഒക്കെ ഇട്ട്. ആ മാർക്കറ്റ് എന്ത് വൃത്തിയാന്ന് നോക്ക് കാണാനായിട്ട്. അപ്പുറത്ത് തന്നെ ഇറച്ചി മാർക്കറ്റ് ഉണ്ട്, അവിടേക്ക് പോകാം നമുക്ക്. ഇതാണ് ഇവിടുത്തെ ഇറച്ചി മാർക്കറ്റ്. ഇത് മട്ടൺ. അവിടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് എല്ലാത്തിൻ്റെ, കണ്ടില്ലേ, എല്ലാത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇത് മട്ടൺ, ഇത് ബീഫ്. ഇറച്ചി മാർക്കറ്റ് എന്ത് വൃത്തി. ഇവിടെ ഒരു ബാഡ് സ്മെല്ല് പോലും ഇല്ല ഇവിടെങ്ങും. അതിൻ്റെ ഒരു ഇതെന്താണെന്നറിയോ, അതായത് ഇവർ ഇവിടെ വെച്ചല്ല കട്ട് ചെയ്യുന്നത്. ഇത് കട്ട് ചെയ്യുന്ന വേറെ സ്ഥലമുണ്ട്. കട്ട് ചെയ്തിട്ട് ഇത്തരത്തിൽ ഇവർ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ആണ് സെല്ല് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം ഇതിനൊന്നും ഒരു ബാഡ് സ്മെല്ലാത്തത്. ഇത് കുതിര. ദൈവമേ, ഇതൊക്കെ കുതിരയുടെ ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് പറഞ്ഞു തരുവാടാ. എനിക്കറിയത്തില്ല. സജാദ് നമുക്ക് ഇതൊക്കെ കുതിരയുടെ ഏതൊക്കെ ഭാഗങ്ങളാണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അറിയോ? കുതിരയുടെ ഇൻഡസ്ട്രിനകത്ത് ഫാറ്റും മീറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഇവർ കട്ട് ചെയ്യുന്നതാണ്. ആണോ? എന്നിട്ട് അത് ഇതേപോലെ സ്റ്റോർ ചെയ്തിട്ട് വിന്ററിൽ ഇവർ യൂസ് ചെയ്യും. അത് ശരി. ഇൻഡസ്ട്രിയിലാണ് ഉള്ളിൽ മീറ്റും ഫാറ്റും. ഇങ്ങനെ കട്ട് ചെയ്ത റൗണ്ട് സോസേജ് പോലെ ഫ്രഷ് ആയിട്ട് അമ്മച്ചി പിന്നെ ഇൻഡസ്ട്രി
അത് ക്ലീൻ ചെയ്തിട്ട് അമ്മച്ചേനുള്ള ഫില്ല് ചെയ്യുന്നത്. ഓ അത് ശരി, അതിനകത്ത് ഫില്ല് ചെയ്യും. മീറ്റും ഫാറ്റും ഫില്ല് ചെയ്യും. ഓ അത് ശരി. ഇതേപോലെ ക്ലോസ് ചെയ്തിട്ട് ആ ഞാൻ പണ്ടൊരിക്കൽ ചൈനയിൽ പോയപ്പോഴത്തേക്കിനും കുതിരയുടെ ഇറച്ചി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മൾ ചിക്കനൊക്കെ കഴിക്കുന്ന പോലെയൊക്കെ തന്നെ ഉള്ളൂ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഇത്രയധികം കുതിരയുടെ ഇറച്ചി ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. എന്തൊരു ഇറച്ചിയാണ്, എന്തൊക്കെ ഭാഗങ്ങളാണെന്നൊന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല റെഡ് മീറ്റാണ്, അതായത് നല്ല ഫാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ ഓരോ ഭാഗങ്ങളായിരിക്കും. ഒരു കുതിരേനെ മുറിച്ച് കഴിഞ്ഞാൽ എന്തോരം കിട്ടുമല്ലേ. ഇവർ ഭയങ്കരമായിട്ട് കുതിരേനെ ഭക്ഷിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ നമുക്ക് കുതിരയുടെ വാരിയല്, കുതിരയുടെ നെഞ്ചും കൂട്, അങ്ങനെ പല സംഭവങ്ങളും, കുതിരയുടെ കാല് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും, തൂക്കിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അയ്യോ കുതിരയുടെ റിബ്സ്, എൻ്റെ ദൈവമേ, ഇത് ഫസ്റ്റ് ടൈം കേട്ടോ ഞാൻ ഇങ്ങനെ ഇത്രയധികം. ഇന്ത്യ 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 യെസ് ഇന്ത്യ. യുനോ രാജ് കപൂർ, ഷാരൂഖ് ഖാൻ, മിഥുൻ ചക്രവർത്തി, സുജിത് ഭക്തൻ. ഞാൻ സുജിത് ഭക്തൻ. സുജിത് ഭക്തൻ. യെസ് ഹിന്ദി യാ ഇന്ത്യ. യെസ് താങ്ക് യു സ്പസിബ. യെസ് ഡൽഹി അല്ല, കേരള. ഇന്ത്യ ഗുഡ്, കസാഖിസ്ഥാൻ ഗുഡ്. യെസ്. അയ്യോ ഇത് കണ്ടോ, ഇൻഡസ്ട്രിയൊക്കെ എടുത്ത് വെച്ച്. ഓ എനിക്ക് വയ്യ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കുതിര ഇറച്ചി കാണുന്നത്. ഇവിടെ എല്ലാം കുതിരയുടെ മയമാണ്. കുതിര മാത്രമല്ല, പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കോഴി, കാട, കോഴിമുട്ട, കാടമുട്ട തുടങ്ങി പല സംഭവങ്ങളും കാണാൻ സാധിക്കും. കോഴിക്ക് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ മുറിച്ച് സെറ്റാക്കി ക്ലീൻ ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇത് മിക്കവാറും ടർക്കി കോഴി ആയിരിക്കാനാണ് സാധ്യത. വലുത് കാണാം, ചെറുതും വലുതുമായിട്ടുള്ള വലിയ കോഴികൾ നമുക്കിവിടെ വെച്ചിട്ടുണ്ട്. കോഴിയുണ്ട്, താറാവുണ്ട്, അങ്ങനെ പല സംഭവങ്ങളും ഇവിടെയുണ്ട്. ഇനി ഇവിടെ ഫിഷിൻ്റെ സെക്ഷനാണ്. ഫിഷിൻ്റെ സെക്ഷനിൽ നമുക്ക് ഫ്രഷ് മീനിനെ വാങ്ങിക്കാൻ സാധിക്കും. അതായത് ഇവിടെ ഇങ്ങനെ ഇത്തരത്തിൽ ഇങ്ങനെ കൂട്ടിനകത്തിട്ട് വെച്ചിരിക്കുകയാണ് ഓരോ മീനിൻ്റെ. അതിൻ്റെയൊക്കെ പ്രൈസും എഴുതി വെച്ചിട്ടുണ്ട്. 9500 ടെങ്ക്, 3900 ടെങ്ക് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ഇന്ത്യൻ രൂപ വെച്ച് കൺവേർട്ട് ചെയ്യുമ്പോൾ ചെറുതേ ഉള്ളൂ, വളരെ ചെറുതാണ്. 1000 ടെങ്ക് എന്ന് പറഞ്ഞാൽ 180 രൂപയല്ലേ ഉള്ളൂ. അത്രയ്ക്ക് ചീപ്പാണ്. ഇത് മിക്കവാറും കിലോയുടെ റേറ്റ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. ഒരു കിലോയ്ക്കാണ് കേട്ടോ ആ പ്രൈസ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ മാർക്കറ്റിൽ നമ്മുടെ കേരള സാധനങ്ങൾ കിട്ടുന്ന കട വരെയുണ്ട്. നമ്മൾ ഉഴുന്നും സാധനങ്ങളൊക്കെ കിട്ടുമോ? എല്ലാം കിട്ടുമല്ലേ? നമ്മുടെ കേരള സംഭവങ്ങൾ വരെ ഈ മാർക്കറ്റിൽ കിട്ടും. ഇന്ത്യയിൽ നിന്ന് വന്ന ആൾക്കാർ, ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ നിന്ന് തിരിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു അവർ നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ ആൾക്കാർ അല്ലേ. ഞാൻ പണ്ടേ ലണ്ടനിൽ പോയപ്പോഴത്തേക്കിനും ഋഷിക്കുട്ടിന് വേണ്ടി ഒരു ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് നാട്ടിൽ പോയിട്ട് ശരിക്കും നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് മെയ്ഡ് ഇൻ ഇന്ത്യ ആയിരുന്നു. നമ്മൾ ഇന്ത്യ എന്നുള്ള സാധനം നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കും, എന്നിട്ട് അവിടെ നിന്ന് നമ്മളത് വാങ്ങിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് വരും. എന്തായാലും അവസ്ഥ. സുവനീർ കിട്ടി നമുക്കിത്. കസാഖിസ്ഥാൻ എന്ന് എഴുതിയിരിക്കുന്ന സുവനീറാണ്. പിന്നെ നമുക്ക് കസാഖിസ്ഥാൻ എഴുതിയിരിക്കുന്ന മണി കിട്ടി. മണി ഇപ്പോൾ വാങ്ങുന്നൊരു ശീലമാക്കി ഞാൻ. ഇപ്പം ഫാസിൽ ബ്രോ പഠിപ്പിച്ച ശീലമാണ്. ഏത് രാജ്യത്ത് പോയാലും നമ്മൾ ഇതേപോലത്തെ മണി വാങ്ങിച്ചിട്ട് ഇതെല്ലാം കൂടെ നിരത്തി വെക്കണം അല്ലേ? അതെ. ഇത് എന്ന് പറഞ്ഞാൽ എല്ലാ ഇടത്തും ഇങ്ങനെ ഇടക്കിടക്ക് അടിച്ചോണ്ടിരിക്കണം. ഉള്ളതല്ലേ? കസാഖിസ്ഥാനിന്റെ ട്രഡീഷണൽ തൊപ്പിയാണ് ഗൈസ്. സൂപ്പർ അല്ലേ? അടിപൊളിയല്ലേ? ഇത് വെച്ചോണ്ടാ മാലോ? നന്നായിട്ടുണ്ട്. പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം വന്ന കമന്റ് നിങ്ങൾ കണ്ടോ? പള്ളി കയറിയത് പ്രശ്നം. നിങ്ങൾ കഴിഞ്ഞ ദിവസം കൂടെ ഉള്ളത് കംപ്ലീറ്റ് മുസ്ലിംസാന്നുള്ള പ്രശ്നം. കഴിഞ്ഞ ദിവസം ഞാൻ ആ കമന്റ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് എൻ്റെ കൂടെ ഉള്ളതെല്ലാം മുസ്ലിങ്ങളാണ്. ഞാൻ എവിടെ പോയാലും മുസ്ലിങ്ങളുടെ കൂടെയാണ് നടക്കുന്നത്. ഞാൻ ISIS ഉടനെ ചേരുമെന്ന്. എന്തൊക്കെയാണ് ദൈവമേ ആൾക്കാരിങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മൾ മതം നോക്കിയാണോ നമ്മളൊരു ആൾക്കാരെ പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും? നമ്മൾ മനുഷ്യരെയല്ലേ കാണുന്നത്? എനിക്ക് മുസ്ലിം ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ ആണോ? എന്ത് കഷ്ടമല്ലേ? എന്തിനാണ് ഈ മതം നോക്കി ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നത്? എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. മതത്തിൻ്റെ പേരിൽ എന്തിനാണ്? ഈ മതവും രാഷ്ട്രീയമാണ് നമ്മുടെ നാടിൻ്റെ ശാപം. ഇതില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ നമ്പർ 1 ആവും. അൽമാട്ടിയിൽ ഇനിയും കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. നമ്മൾ വളരെ ലിമിറ്റഡ് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളിനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. നമ്മളിപ്പോൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ കസാഖിസ്ഥാൻ്റെ തന്നെ മറ്റൊരറ്റത്തുള്ള ഷിംകെൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് 1 മണിക്കൂർ ഫ്ലൈ ഉണ്ട് അവിടേക്ക്. 1 മണിക്കൂർ മതി. നമ്മൾ ട്രെയിൻ പോവുകയാണെങ്കിൽ ഒരു 8-10 മണിക്കൂറൊക്കെ ഉണ്ട്. പിന്നെ ഫാസ്റ്റ് ട്രെയിൻ, ബുള്ളറ്റ് ട്രെയിൻ ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. അത് എത്ര മണിക്കൂർ എടുത്തും? 8 hours 7 hours. കാരണം റൂട്ട് ബൈ റോഡും ഫ്ലൈറ്റ് റൂട്ട് ഡിഫറെന്റ് ആണ്. വേറെ സിറ്റി കണക്ട് ചെയ്ത് പോകുന്നതാണ്. അങ്ങനെയാ പോകുന്നത് അല്ലേ? ഇവിടെയും ബുള്ളറ്റ് ട്രെയിനുകളൊക്കെയാണ്. നമുക്ക് നെക്സ്റ്റ് ടൈം വരുമ്പോൾ ബുള്ളറ്റ് ട്രെയിനൊക്കെ കയറണം.
പിന്നെ നമുക്ക് ബൈ റോഡ് ഡ്രൈവ് ചെയ്ത് പോകണമെങ്കിൽ അതും പോവാം. നമുക്ക് ഒരു 10-12 മണിക്കൂറൊക്കെ എടുക്കും. ഞങ്ങൾ ആക്ച്വലി ആദ്യം വിചാരിച്ചത് ഈ വണ്ടി ഓടിച്ച് ഷിംകനിലേക്ക് പോയിട്ട് അവിടെ ഡ്രോപ്പ് ചെയ്യാന്നൊക്കെയാണ്. പിന്നെ ഞങ്ങൾ ആ പ്ലാൻ മാറ്റി. നമുക്ക് ഒരു ദിവസം വെറുതെ കളയണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ഫ്ലൈറ്റ് എടുത്ത് പോകാൻ വിചാരിച്ചു. നമ്മൾ വണ്ടി തിരിച്ച് എയർപോർട്ടിലാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത്. ഈ വണ്ടി എയർപോർട്ടിൽ കൊടുക്കും. അപ്പോൾ വണ്ടി തിരിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് പെട്രോൾ ഫുൾ ടാങ്ക് ആക്കി കൊടുക്കണം. ഇത് പെട്രോൾ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. ഇവിടുത്തെ പെട്രോളിൻ്റെ ഡീസലിൻ്റെ ഒക്കെ പ്രൈസാണ് അത് കണ്ടോ. 240 ടാങ്ക്, 220 ടാങ്ക്, 225 ടാങ്ക്. ഇതൊക്കെ പെട്രോളിൻ്റെ പല വേരിയൻസിൻ്റെ പ്രൈസാണ്. ഇതിനകത്തൊരു സൂപ്പർ മാർക്കറ്റും ഉണ്ട്. ഈ 200 ടാങ്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം 40 രൂപ താഴെ അത്രയും വരുന്നുള്ളൂ പെട്രോളിന്. ഇവർക്ക് പിന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ. ഇതാണ് ഇവിടുത്തെ അൽമാട്ടി ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത്. ഈ എയർപോർട്ടൊക്കെ ഇപ്പോഴാണ് ഇത്രയെങ്കിലും ആയതെന്നാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത് നമ്മളോട്. ഭയങ്കര ചെറിയ എയർപോർട്ടാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ. അകത്ത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് കയറി നോക്കണം. നമ്മൾ വന്നിറങ്ങിയപ്പോഴൊക്കെ ഭയങ്കര ചെറിയ എയർപോർട്ടായിരുന്നു. നമ്മൾ ഡൊമസ്റ്റിക്കാണ് ഫ്ലൈ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് നമുക്കിത് വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്കിങ്ങിൽ ഇടണം. ഈ എയർപോർട്ടിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്ര ക്രൗഡാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കിവിടെ മനസ്സിലായി. കാരണം അത്ര തിരക്കാണ്. വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം കിട്ടാതെ ഏകദേശം ഒരു അരമണിക്കൂർ കാത്തു നിന്നിട്ടാണ് നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയത്. മഴയും പെയ്യുന്നുണ്ട്, മൊത്തത്തിൽ തിരക്കാണ്. ഡൽഹിയിൽ നിന്ന് ഇവിടേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ. അൽമാട്ടിക്ക്, ഡൽഹി ടു അൽമാട്ടി എയർ അസ്താനയുടെ ഫ്ലൈറ്റ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടേക്ക് വരാം. കസാഖിസ്ഥാൻ വഴി ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ പോലും, ട്രാൻസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വിസയുടെ ആവശ്യമില്ല. നമുക്ക് ട്രാൻസിറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ത്രൂ ടിക്കറ്റ് ഉണ്ടാവണം. ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. വണ്ടി ഞങ്ങൾ എയർപോർട്ടിന് മുമ്പിൽ പാർക്ക് ചെയ്ത് വണ്ടിയുടെ ചുറ്റിനും ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് അവർക്ക് അയച്ചു കൊടുത്തു. കാരണം നാളെ അവർ വന്നിട്ട് വണ്ടിയിൽ ഇതുണ്ടായിരുന്നു എന്ന് പറയരുതല്ലോ. ഇനി പൈസയൊക്കെ റീഫണ്ട് കിട്ടാറുണ്ട്. അത് അവർ അക്കൗണ്ട് ത്രൂ ട്രാൻസ്ഫർ ചെയ്ത് തരുമായിരിക്കും. പെട്ടി സാധനങ്ങളൊക്കെ എടുത്തു. ലെറ്റ്സ് ഗോ. എയർപോർട്ടുകളൊക്കെ ഒത്തിരി ഇമ്പ്രൂവ് ആവേണ്ടതുണ്ട് അല്ലേ? ഇത് കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുക അല്ലേ? നമുക്കിനിയിപ്പോൾ ബാഗ് ഡ്രോപ്പ് ചെയ്യാം. നമ്മൾ ഡിപ്പാർച്ചർ ഏരിയയിലേക്ക് വന്നു. ചെറിയ എയർപോർട്ടാണ് കേട്ടോ. ഇത് കാണുമ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിലെ ചെറിയ എയർപോർട്ടുകളില്ലേ, അതേപോലെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. അൽമാട്ടി ഇന്റർനാഷണൽ എയർപോർട്ട്. നമുക്കിനി പോയിട്ട് ബാഗ് ഡ്രോപ്പ് ചെയ്യാം. സെക്യൂരിറ്റി ചെക്കിനൊക്കെ നല്ല തിരക്കാണ്, നല്ല ക്യൂ ആണ്. നോക്കി ഇവിടെ ഡൊമസ്റ്റിക്കിലെ ലോഞ്ച് ഒന്നുമില്ല. അപ്പം നമ്മളിത് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഒരു മൊറോക്കൻ ടീ ഓർഡർ ചെയ്തതാണ്. ഹണിയൊക്കെ ഇട്ടാണ് മൊറോക്കൻ ടീ കൊണ്ട് തന്നിരിക്കുന്നത്. പിന്നെ ഒരു ഫോട്ടോ കൊണ്ട് ഒരു സാധനം ഓർഡർ ചെയ്തതാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപയർ. നമ്മൾ കഞ്ഞിയും പയർ കഴിക്കത്തില്ലേ, ആ കഞ്ഞിയും പയർ കഴിക്കുന്നതിനകത്ത് ചെറുപയറാണ്. ചെറുപയർ വേവിച്ചത്, അതായത് റൈസ്. ബേസിക്കലി ഇവർ റൈസ് കഴിക്കുന്നതിന് പകരം ഇതേപോലെയുള്ള ധാന്യങ്ങൾ പുഴുങ്ങി കഴിക്കും. അതാണ് സംഭവം. പിന്നെ ഒരു ഗ്രിൽഡ് ചിക്കനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വരുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പറഞ്ഞ ചിക്കൻ എത്തിയിരിക്കുകയാണ്. ഇത് ഗ്രിൽഡ് ചിക്കനാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഗ്രിൽഡ് ചിക്കൻ, 2 വലിയ ബ്രോക്കോളിയുടെ കഷ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ 2 തക്കാളി കഷ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ എന്തോ ഒരു ചില്ലി സോസും ഉണ്ട്. വേവിച്ചിട്ട് എന്തോ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേളിൽ ബേസിൽ ലീവ്സും അങ്ങനെ കുറച്ച് ഹേർബ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ? കുറച്ചുകൂടി എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ മാരിനേറ്റ് ചെയ്ത് അതെനിക്കറിയില്ല. പക്ഷെ കൊള്ളാം, വെറൈറ്റി ടേസ്റ്റാണ്, കൊള്ളാം. ഈ സോസിന് ഒരു ചെറിയ മധുരമുണ്ട്. സ്വീറ്റ് ചില്ലി സോസാണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനി ലെറ്റ്സ് ഗോ ഫോർ ബോർഡിംഗ് പാസിന്റെ പുറകിൽ മൊത്തം പരസ്യമാണ്. അയ്യോ, സെക്യൂരിറ്റി ചെക്കിന്റെ ക്യൂ കണ്ടോ? അയ്യോ, ഞങ്ങളത് വന്നപ്പോഴത്തേക്കിനും സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഷിംകന്റെ ഫൈനൽ കോള്. അടിപൊളി. ജസ്റ്റ് മിസ്സാട്ടാ. ലാസ്റ്റ് ബസ്, ലാസ്റ്റ് പാസഞ്ചേഴ്സ്. ഒരു അടുക്കും ചിട്ടയില്ലാതെ വിമാനങ്ങൾ ഇട്ടിരിക്കുന്ന പോലെ തോന്നില്ല. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് എന്തോരം വിമാനങ്ങളാണ് കിടക്കുന്നതെന്നൊക്കെ. സ്കാറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ബഡ്ജറ്റ് എയർലൈൻ ഉണ്ട് കേട്ടോ. അതിന്റെ വിമാനം കിടപ്പുണ്ട് ഇവിടെ. സൺഡേ എയർലൈൻസ് എന്നും പറഞ്ഞുകൊണ്ട് ഏതോ ഒരു പൂട്ടിപ്പോയ എയർലൈൻ ആണെന്ന് തോന്നുന്നു. കണ്ടില്ലേ കിടക്കുന്ന അവസ്ഥ നോക്കിയേ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പോകുന്ന വിമാനം. കൊള്ളാം. എംബ്രയർ ജെറ്റ് എന്നാണ് ഞാൻ കണ്ടത് ഇതിന്റെ പേര്, എംബ്രയർ. എന്തോരം ചെറിയ ചെറിയ വിമാനങ്ങളാണ് കിടക്കുന്നത്. ഗൾഫ് സ്ട്രീമിന്റെ ഒക്കെ വിമാനം കിടപ്പുണ്ട്. അപ്പോൾ എംബ്രയറിന്റെ ഒരു വണ്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഇത് കണ്ടിട്ട് ഇങ്ങനത്തെ എംബ്രയർ ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് നമ്മുടെ സീറ്റ്. അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്. നമ്മുടെ ATR ഒക്കെ ഇല്ലേ, അതേപോലെ തന്നെ ഒരു 2x2 കോൺഫിഗറേഷനിലുള്ള ഒരു വിമാനമാണ് എംബ്രയർ എന്ന് പറയുന്നത്. 2016 ഈ കമ്പനി സ്ഥാപിതമാകുന്നത്. പ്ലസ് 2016 എംബ്രയർ എന്ന് പറഞ്ഞ കമ്പനി സ്ഥാപിതമാകുന്നത്. ഒരു ബ്രസീലിയൻ മാനുഫാക്ചറാണ് എംബ്രയർ എന്ന് പറയുന്നത്. ബ്രസീലിലാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇതൊരു ജെറ്റ് വിമാനമാണ്, നാരോ ബോഡി ജെറ്റ് വിമാനമാണ്. ലോങ് റേഞ്ച് ഒന്നും പോകാൻ പറ്റത്തില്ല. ഷോർട്ട് റേഞ്ച്, അതായത് ചെറിയ ട്രാവൽ, ഇപ്പോൾ 1-1.5-2 മണിക്കൂർ താഴെയുള്ള
യാത്രകളൊക്കെ നടത്താൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വിമാനമാണ് എംബ്രയർ. എംബ്രയറിന് പല വേരിയൻസ് ഉണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള കുറേ വിമാനങ്ങൾ ഇവർക്കുണ്ട്. നമ്മൾ ഇന്ത്യയിൽ സ്റ്റാർ എയറിന് മാത്രമാണ് എംബ്രയർ ഉള്ളത് എന്നാണ് എൻ്റെ ഒരു അറിവ്. വേറൊരു വിമാന കമ്പനിക്ക് എംബ്രയർ ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല. പക്ഷെ നല്ല വിമാനങ്ങളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, രസമാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് എംബ്രയർ 190 ആണെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ സ്റ്റാർ എയറിനുള്ളത് എംബ്രയർ 175 ആണ്. ഈ 175 190 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 175നെ കാട്ടി കുറച്ചും കൂടെ നീളം കൂടുതലുണ്ട് 190ക്ക്. അത് മാത്രമല്ല കുറച്ചുകൂടെ ആൾക്കാരെ കൂടുതൽ എത്താൻ സാധിക്കും. ഇത്തരത്തിലുള്ള 5 വിമാനങ്ങളുണ്ട് എയർ അസ്താനയ്ക്ക്. വളരെ സ്മൂത്തായിട്ട് നമ്മൾ ടേക്ക് ഓഫ് ചെയ്തു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങ് ദൂരെ നമ്മുടെ ആ മലനിരകൾ, അതിൻ്റെ അപ്പുറത്ത് കിർഗിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം, നമ്മുടെ അൽമാട്ടി നഗരമാണ് ഈ കാണുന്നത്. അൽമാട്ടി നഗരം, ആ മലയുടെ താഴ്വാരത്തായിട്ടാണ് ഈ അൽമാട്ടി നഗരം കാണുന്നത്. ബ്യൂട്ടിഫുൾ അല്ലേ, എന്താ ഭംഗിയല്ലേ. വിൻ്റർ ആകുമ്പോഴത്തേക്കിനും ആ മലയുടെ മേളിൽ കിടക്കുന്ന പോലെ തന്നെ ഇവിടെ താഴെ മൊത്തം മഞ്ഞ് വീണ് കിടക്കും. ഇതിനകത്ത് ഈ ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള വിമാനത്തിൽ ഇവരെന്തോ സർവീസ് ഒക്കെ ഉണ്ട്. ഈ പുറത്തെന്തോ ഭംഗി നോക്ക്. ഇത് കണ്ടോ, പരവതാനി വിരിച്ച പോലെ ഉണ്ടല്ലേ. പേപ്പർ ബോക്സ് ആണ് ഉണ്ടല്ലേ, പേപ്പർ ബോക്സിൽ ട്രാവൽ വിത്ത് കോൺഫിഡൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊള്ളാം. ഇതെന്തായാലും നല്ലൊരു കൺസെപ്റ്റ് ആണ്, പേപ്പർ ബോക്സ്. അതിനകത്ത് പക്ഷേ പ്ലാസ്റ്റിക് കുപ്പിയാണെന്നേ ഉള്ളൂ. അതിന് നമുക്ക് വേറെ ഓൾട്ടർനേറ്റീവ് ഒന്നും ഇല്ലല്ലോ. ഇല്ല പിന്നെ ചില്ലിൻ്റെ കുപ്പി കൊടുക്കേണ്ടി വരും. ദാറ്റ്സ് ഗോണ ബി എക്സ്പെൻസീവ്. ഇത് സാൻഡ്വിച്ച് ആണ്, പിന്നെ ഒരു ചോക്ലേറ്റ് ഉണ്ട്. ഇതെന്ത് ചോക്ലേറ്റാണ്, എന്തോ ഒരു ചോക്ലേറ്റ്, പിന്നെ ഒരു വെറ്റ് വൈപ്പ് ഉണ്ട്, എത്രയോ ml വെള്ളം. ഇത് കണ്ടില്ലേ, ഇത് ഒരു സാൻഡ്വിച്ച് ആണ്, കോൾഡ് സാൻഡ്വിച്ച് ആണ്. ഇതിനകത്ത് ചീസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, പിന്നെ ഹലപ്പിനും ഉണ്ട്. ഇത് ഇറക്കണമെങ്കിൽ ആ വെള്ളം കുടിക്കണം, എന്നാലേ ഇറങ്ങുള്ളൂ. അതിനുവേണ്ടിയാണ് വെള്ളം വന്നേക്കുന്നത്. കമ്പ് വെച്ച് നെരുപ്പിച്ചിറക്കാൻ. അങ്ങനെ നമ്മൾ കറങ്ങി നമ്മൾ ഷിംകെൻഡ് എന്ന് പറഞ്ഞ നഗരത്തിൻ്റെ ഔട്ട്സ്കേർട്സിൽ എവിടെയാണ് എത്തിയിരിക്കുന്നത്. നിറച്ച് കൃഷി സ്ഥലങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഷിംകെൻഡ് എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് വളരെ അടുത്തുള്ള ഒരു നഗരമാണ്. നമ്മൾ ഇവിടെ നിന്ന് ഉസ്ബെക്കിസ്ഥാനിലേക്ക് നടന്നാണ് ബോർഡർ ക്രോസ് ചെയ്ത് പോകാൻ പോകുന്നത്. അങ്ങനെ ശരിക്കും നടന്ന് ബോർഡർ ക്രോസ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ശരിക്കും ഇപ്പം ഷിംകെൻഡിലേക്ക് വരുന്നത്. ഇതാണോ എയർപോർട്ട്? ഇവിടെ റൺവേ ഒന്നും ഇല്ലേ? എൻ്റെ അമ്മോ, ഉണ്ട് കേട്ടോ, എന്തൊക്കെയോ കാണുന്നുണ്ട്. പക്ഷെ എന്ത് ദൈവം, ഇത് എങ്ങനെയാന്ന് നോക്കി, ഫുൾ കൃഷി സ്ഥലമാണ്. ഇതുവരെ റൺവേ കണ്ടിട്ടില്ല. അതെ, ചെറിയ റൺവേയാ. നമുക്ക് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ലാൻഡ് ചെയ്ത് നല്ല അടിപൊളി ഫ്ലൈ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളിപ്പം ഇവിടെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇവിടെയും കാലാവസ്ഥ സെയിം തണുപ്പ് തന്നെയായിരിക്കണം. അടിപൊളി, കൊള്ളാം. യെസ്, അപ്പോൾ ബൈ എംബ്രയർ. അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് വേണ്ടി ഇവിടെ ബസ് കാത്തു നിൽക്കുന്നു. ഈ എയർപോർട്ടിൽ ഇപ്പോൾ ഈ ഒരൊറ്റ വിമാനം മാത്രമാണ് വന്ന് കിടക്കുന്നത്. പിന്നെ ഇതൊരു ഗ്രേവ് യാർഡ് പോലെയാണ് കേട്ടോ. ഇവിടെയുള്ള മിക്ക എയർപോർട്ടുകളും ഇഷ്ടം പോലെ വിമാനങ്ങൾ ആക്സിഡൻ്റ് ആയതും പിന്നെ പഴകിയതും കണ്ടം ചെയ്തതുമായിട്ടുള്ള വിമാനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. സമയം ഇപ്പോൾ രാത്രി 8:15. യെസ്, ചെറിയ എയർപോർട്ട്, കുഞ്ഞ് എയർപോർട്ട് നോക്കി. അങ്ങനെ നമ്മൾ എക്സിറ്റ് ടു ദ സിറ്റി ഓഫ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ്. അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങി. സോറി, അടിപൊളി, കൊള്ളാം അല്ലേ, തകർത്ത്. ഇതാണ് ഈ എയർപോർട്ടിലെ കൺവെയർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഈ ഒരൊറ്റ കൺവെയർ ബെൽറ്റേ ഉള്ളൂ കണ്ടോ. ഇതിനകത്ത് പറഞ്ഞാൽ നമ്മുടെ ലഗേജ്. ചെറിയൊരു എയർപോർട്ട് ആണെങ്കിലും ഇവിടെ നിന്ന് ഇന്ത്യയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഡൽഹിയിലേക്ക്. ഏത് എയർലൈനായിരുന്നു? അത് അസ്താനയുടെ തന്നെയല്ലേ? യെസ്, ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടെന്നേ. കാരണം എത്ര ഇന്ത്യക്കാരവിടെ ഇന്ത്യയിലേക്ക്, ഡൽഹിയിലേക്ക്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവിടെ അതുപോലെ സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്, അതുപോലെ ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. കാരണം ഈ ഓയിൽ ഫീൽഡിലും റിഫൈനറിയിലും മറ്റൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇന്ത്യയിൽ നിന്നുള്ളവർ ജോലി ചെയ്യുന്നുണ്ട്.
ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ MBBS സ്റ്റുഡൻസ് ആണ് ഏറ്റവും കൂടുതൽ. അങ്ങനെ ആ കൺവെയർ ബെൽറ്റിലൂടെ മന്ദം 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 എൻ്റെ മഞ്ഞപ്പെട്ടിയതാ ഉരുണ്ട് വരികയാണ്. ഇതിലും സ്ലോ ആയിട്ട് ഒച്ച പോലും എഴയത്തില്ല. നേപ്പാളിലൊക്കെ പോയപ്പോഴേ കണ്ട വിമാനത്താവളം പോലൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ആ വിമാനത്താവളത്തിൻ്റെ പുറത്താണിത്. സമയം രാത്രി 8:30 മണിയായി. 8:30. അയ്യോ, 8:30 ആയിട്ട് ഇവിടെ അങ്ങ് ഇരുട്ടുന്നില്ല. അടിപൊളി, കൊള്ളാം. ഇതാണ് ഇൻ്റർനാഷണൽ അറൈവൽസ്, ഇത് ഡൊമസ്റ്റിക് അറൈവൽസ്. കേട്ടോ, ഇത്രേ ഉള്ളൂ. ഒരു ചെറിയ വിമാനത്താവളം ബ്രോ, ഇൻ്റർനാഷണൽ അറൈവലാണെന്നത്. അപ്പോൾ ഇവിടുത്തെ ഡിപ്പാർച്ചർ ഏതാ? അതായിരിക്കും ഡിപ്പാർച്ചർ. ഗംഭീര കേട്ടോ. അപ്പോൾ ഇവിടെ ഇമിഗ്രേഷൻ ഒക്കെ ചെയ്യുന്നത് എവിടെയാ ബ്രോ? അപ്പോൾ ഇൻ്റർനാഷണൽ അറൈവൽ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ പോയി ഇമിഗ്രേഷൻ ചെയ്യണോ ഇല്ലേ? എനിക്കറിയത്തില്ല കേട്ടോ. നമുക്ക് പിന്നെ ഇമിഗ്രേഷൻ വേണ്ടല്ലോ, നമ്മൾ ഡൊമസ്റ്റിക് അല്ലേ. എയർപോർട്ട് ചെറുതാണെങ്കിലും പുറത്ത് ക്യാമ്പസ് നല്ല വലുതാട്ടോ. ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പുറത്ത്. ഇപ്പുറത്ത് വലിയ ടെർമിനലുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഡിപ്പാർച്ചർ ടെർമിനലാണ്. അത് മാത്രമല്ല മിക്കവാറും ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകളൊക്കെ ഇവിടെ ആയിരിക്കും വരുന്നത്, അതിലായിരിക്കും ഇറങ്ങുന്നത്. കാരണം അപ്പുറത്ത് സ്ഥലമില്ലല്ലോ, പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ടാക്സി. നമുക്കിനിയിപ്പോൾ നമ്മുടെ റൂമിലേക്ക് പോകാം. ഇഷ്ടംപോലെ പക്ഷികളൊക്കെ ഉണ്ട്. ബേർഡ്സിൻ്റെ ആ ഒരു കളകളനാദം. ഇവിടെ നിന്നൊരു 10-12 കിലോമീറ്റർ മാറിയാണ് നമ്മൾ ഇന്ന് താമസിക്കാനായിട്ട് എടുത്തിരിക്കുന്ന ഹോട്ടൽ. കൊബാൾട്ട്, ഷെവലെ കൊബാൾട്ട്. കൊബാൾട്ട്. അയ്യോ, ഡിക്കി തുറക്കുന്നില്ല. പുള്ളി ചാവിയൊക്കെ എടുത്തുകൊണ്ട് ഒരു 2-3 ചാവിയൊക്കെ. ഓക്കെ, ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. ഒറ്റ കൈ കൊണ്ട് എടുക്കാൻ പറ്റില്ല ചേട്ടാ, 20 കിലോ ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഈ റഷ്യയിലൊക്കെ ഉള്ളതുപോലെ തന്നെ യാൻഡെക്സിൻ്റെ ആപ്പ് വഴിയാണ് നമ്മൾ ഇവിടെ കാറൊക്കെ ബുക്ക് ചെയ്യുന്നത്, ടാക്സിയൊക്കെ ബുക്ക് ചെയ്യുന്നത്. ചക്രവർത്തി, മിഥുൻ ചക്രവർത്തി. Delhi, Bombay, Nimna, Haysa. കേരള. Kerala. കേരള. Работа. Работа. YouTube. യൂട്യൂബ്. YouTube? YouTube не. Посмотри там. ഇവിടെയാണ് നമ്മളിന്ന് താമസിക്കാൻ പോകുന്നത്. ഡബിൾ ട്രീ ബൈ ഹിൽട്ടൺ. പുള്ളി നമ്മൾ യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ ഇത് 10 മില്യൺ. പുള്ളി പറയാ എന്നെ കാണിച്ചാൽ നിങ്ങൾക്ക് 10 മില്യൺ വ്യൂ കിട്ടുമെന്ന്. ബൈ. താങ്ക് യു. സാധാരണ എല്ലായിടത്തും പോകുമ്പോൾ വെൽക്കം ഡ്രിങ്ക് ആണ് കിട്ടുന്നത്. ഇത് നമുക്ക് വെൽക്കം സ്നാക്കാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ, കുക്കീസ്. നല്ല ചൂടുള്ള വെൽക്കം സ്നാക്ക്. ഇപ്പോഴാണല്ലോ ഇത് ആദ്യമായിട്ടോ കേട്ടോ. ഫസ്റ്റ് ടൈം ഐ എം ഗെറ്റിംഗ് എ വെൽക്കം സ്നാക്ക്. ഫ്ലോർ നമ്പർ 5, റൂം നമ്പർ 508. മുഖമൊക്കെ ടാനടിച്ചൊരു പരിപാടി. നിങ്ങൾക്ക് ഇപ്പൊ പനി പിടിച്ചില്ലേ? എൻ്റെ നിന്ന് കിട്ടിയല്ലേ, അതിന് തിരിച്ച് വീണ്ടും എനിക്ക് കിട്ടുമോ? ഇത് നീങ്ങൂല, പെട്ടി നീങ്ങൂല. ഈ സാധനത്തിന്റെ മേളിൽ കൂടെ പെട്ടി നീങ്ങൂല, അതാണ് പ്രശ്നം. എവിടെ? 508. ഫൈനലി നമ്മൾ റൂമിലെത്തി. ഇതാണ് നമുക്ക് 3 പേർക്കും ഇന്ന് രാത്രി താമസിക്കാനുള്ള മുറി എന്ന് പറയുന്നത്. ഇവിടെ ഒരു സോഫ ഉണ്ട്, സോഫ ബെഡ് ഉണ്ട്. പിന്നെ ദിസ് ഈസ് ദ മാസ്റ്റർ ബെഡ്റൂം. ഇതൊരു സ്വീറ്റ് റൂമാണ്. അടിപൊളി, കൊള്ളാം. നല്ല കിഡിലൻ ബെഡ്, 2 പില്ലോ. അത് എന്ത് വലിയ പില്ലോ ആണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് പില്ലോ. അടിപൊളി, കൊള്ളാം. തകർത്ത്. ഇവിടെ എന്താ? ഇവിടെ ഒന്നുമില്ല. അപ്പുറത്തേ മണിയറ പോലെ ഉണ്ട്. ഇതാണ് ബാത്റൂം. നല്ല വലിയ ബാത്റൂം. ഇവിടെ നിന്ന് കുളിക്കാം, അവിടെ കിടന്ന് കുളിക്കാം. പിന്നെ ടോയ്ലറ്റ്, പിന്നെ കമോഡ്, പിന്നെ ടവൽസ് ഒക്കെ കണ്ടില്ലേ, നല്ല വലിയ ടവലുകളാണ് വെച്ചിരിക്കുന്നത്. നല്ല ഫ്രഷ് പുത്തൻ ടവൽ. ഇതൊരു പുതിയ ഹോട്ടലാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാം പുത്തനാണ്. നല്ല അടിപൊളി പുതിയ ടവലാണ്. എന്ത് ഫ്രഷാണെന്ന് എനിക്ക് ടവല്. പിന്നെ ഇവിടെ നമുക്ക് ഇതെന്താ സംഭവം? ഇത് ഹാൻഡ് വാഷും ബോഡി ലോഷനും മറ്റുമൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു ഹെയർ ഡ്രയർ ഉണ്ട്. ഇവിടെ ഒരു ഫേസ് ടവലുണ്ട്. വലിയൊരു മിററുണ്ട്. പിന്നെ ഇവിടെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഹോട്ടൽ കളക്ഷൻ ഷേവിങ് കിറ്റ്, പിന്നെ ബാത്ത് ഗ്ലവ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. എവിടെ ഇല്ലാത്തൊരു സാധനം ഇവിടെ കണ്ടു ബ്രോ. ഈ സാധനം കണ്ടല്ലേ, അതിവിടെ ഉണ്ട്. പിന്നെ നമുക്ക് 2 ബാത്റൂം വെച്ചിട്ടുണ്ട്. യെസ്, ദാറ്റ്സ് ഇറ്റ് ഇൻ ദ റൂം. പിന്നെ അവിടെ ബാത്റൂം ഉണ്ടാവുമല്ലോ ഒരെണ്ണം ഇല്ലേ? അവിടെ ഒരു ബാത്റൂം ഉണ്ടാവും. അത് ബാത്റൂം ആയിരിക്കില്ല ചിലപ്പം. യെസ്, ബാത്റൂമാണോ? അല്ലല്ലോ, ബാത്തല്ല. ഇതൊരു വാഷ്റൂമാണ്, ഒരു WC. യെസ്, ഇവിടെയും ടവലൊക്കെ വെച്ചിട്ടുണ്ട്. 2 കുപ്പി വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. യെസ്, അപ്പോൾ നല്ല റൂമാണ്, അടിപൊളിയാണ്. ഈ റൂമിന് നമ്മൾ 2 ദിവസത്തേക്ക് അല്ല 1 ദിവസത്തേക്ക് നമുക്കിത് എത്ര 11,000 രൂപ, 11,000 റുപ്പീസാണ് നമുക്ക് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് 3 പേർക്ക് ഈ റൂമിൽ നമുക്ക് കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ നാളെ നമ്മളിവിടെ ഷിംഖൻഡ് നഗരത്തിലുണ്ട്. അത് കഴിഞ്ഞ് മറ്റന്നാളെയാണ് നമ്മളിവിടെ നിന്ന് ഉസ്ബെക്കിസ്ഥാനിലേക്ക് ബൈ റോഡ് സഞ്ചരിക്കാൻ പോകുന്നത്. നമ്മൾ വരുന്ന വഴിക്കൊക്കെ ബോർഡ് കണ്ടില്ലേ, തഷ്കന്ത് 120 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നിന്ന് 120 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനിലെ തഷ്കന്ത് ആവും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു ടാക്സി വിളിച്ച് ബോർഡറിൽ പോകും, നടന്ന് ബോർഡർ ക്രോസ് ചെയ്യും, അടുത്ത ടാക്സി വിളിച്ച് തഷ്കന്തിലേക്ക് പോകും. അങ്ങനെയാണ് പരിപാടി. അപ്പോൾ സീ യു ടുമോറോ വിത്ത് അനദർ വീഡിയോ. അതുവരേക്കും